Hi Carrots and welcome back to my channel. Carrots 2026 TVM എയറുടെയും കാലിക്കറ്റ് എയറുടെയും അഡീഷണൽ ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോകുന്ന ഏപ്രിൽ ലാസ്റ്റ് വീക്കാണ്. മിക്ക കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റാലിക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റിനെ പറ്റിയിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞു തരാം, ഞാൻ കുട്ടികളെ റാലി നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലല്ല, വേറൊരു സ്റ്റേറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ദൂരം പോയിട്ടാണ് നിങ്ങളൊരു റാലി അറ്റൻഡ് ചെയ്യുന്നത്. ഡോക്യുമെന്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങളുടെ റാലി മിസ് ആവുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടി പോലും ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും 2026 ഏപ്രിൽ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികളിലും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു അഡീഷണൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, 2026 റാലിക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികളും ഈ ഒരു വീഡിയോ കാണാൻ പരമാവധി ട്രൈ ചെയ്യണം. നിങ്ങൾക്കും കുറച്ച് ഐഡിയ കിട്ടുന്നതായിരിക്കും ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് നമുക്ക് വേണ്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിസിക്കലിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഈ ഡോക്യുമെൻ്റ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ റാലി സൈറ്റിൽ കൊണ്ടുപോയിരിക്കണം. റാലി സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ എവിടെയാണോ നടക്കുന്നത് അതിനെയാണ് നമ്മൾ റാലി സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ആണ് അഡ്മിറ്റ് കാർഡ്. നിങ്ങൾക്ക് വന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ വേണം നിങ്ങൾ എടുത്തിരിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും നിങ്ങൾ ഫോട്ടോ കോപ്പി കൂടി കൊണ്ടുപോകണം. 2 to 3 ഫോട്ടോ കോപ്പി തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകണം. സെക്കൻഡ് ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. 8ാം ക്ലാസ് ലെവലിലുള്ള ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്ത കുട്ടികളും 10th ലെവലിലുള്ള ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികളും +2 ലെവലിന് അപ്ലൈ ചെയ്ത കുട്ടികളും എല്ലാവരും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഇപ്പോൾ 10th ലെവലിലുള്ള ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ 10th വരെയുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാലും മതി. പക്ഷേ +2 ലെവലിലുള്ള ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ 10th സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം, അതേപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. ഒറിജിനലും കൊണ്ടുപോകണം. 2 to 3 ഫോട്ടോ കോപ്പിയും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. 8ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കൊണ്ടുപോകണം, സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ പരമാവധി കൊണ്ടുപോകാൻ നോക്കണം. 8ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നവർ. ക്ലിയർ? നെക്സ്റ്റ് ആണ് TC. നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് TC സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകണം. ആരും സ്കിപ്പ് ചെയ്യരുത്. TC എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളോട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ എൻ്റെ കയ്യിൽ TC ഇല്ല, അല്ലെങ്കിൽ ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്, അവർ TC സർട്ടിഫിക്കറ്റ് എനിക്ക് തരുന്നില്ല, ഞാൻ കോളേജിൽ പഠിക്കുകയാണ്, അവരെനിക്ക് TC തരുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. TC തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ അവസാനമായിട്ട് എവിടെയാണോ പഠിച്ചിറങ്ങിയത് അവിടെ നിങ്ങൾക്ക് സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. തഹസിൽദാർ അല്ലെങ്കിൽ DM സൈൻ ചെയ്ത ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തഹസിൽദാർ അല്ലെങ്കിൽ DM സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഡൊമസൈൽ സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? 6 മാസത്തിൽ കൂടുതലുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വേണം അങ്ങോട്ട് പോകേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് ആണ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. എന്താണ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്? ഈ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ഇന്ത്യൻ ആർമിയിൽ എങ്ങനെ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. അത് സൈനിക് ബോർഡിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകാൻ പരമാവധി ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് സർപഞ്ച്. വില്ലേജ് സർപഞ്ച് ഇഷ്യൂ ചെയ്ത അൺമാരിഡ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ് കൊണ്ടുപോകണം. ഒറിജിനൽ തന്നെ വേണം എല്ലാവരും കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് മിനിമം 20 കോപ്പീസ് ഓഫ് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 20 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാവരും കൊണ്ടുപോയിരിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടോ അതേപോലെ തന്നെ ഷേവ് ചെയ്യാതെയോ ക്യാപ്പ് ഇട്ടുകൊണ്ടൊന്നും ഫോട്ടോ ആരും എടുക്കരുത്. പ്രോപ്പർ എങ്ങനെയാണോ ഡോക്യുമെൻറ്റിനകത്ത് നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കുന്നത് അതേ രീതിയിലുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം. മനസ്സിലായ കുട്ടികളെ? പ്രോപ്പറായിട്ട് ഷേവ് അതേപോലെ തന്നെ മുടിയൊക്കെ വെട്ടി നല്ല രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ടോട്ടൽ 20 ഫോട്ടോ കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് 2 കോപ്പീസ് ഓഫ് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കൊണ്ടുപോകണം. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. IT സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൊണ്ടുപോകണം. പിന്നെ IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ആണ് നോ ക്ലെയിം സർട്ടിഫിക്കറ്റ്. നോ ക്ലെയിം സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിലാണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നോ ക്ലെയിം സർട്ടിഫിക്കറ്റ്. അതിനകത്ത് നിങ്ങൾ ഇൻഡിവിജ്വലാണ് സൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇതും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് കുട്ടികളെ. ഇതോടൊപ്പം തന്നെ വേറൊരു ഡോക്യുമെൻ്റാണ് അഫിഡവിറ്റ്. അഫിഡവിറ്റ് നിങ്ങൾ കൊണ്ടുപോകണം.
അപ്ഡേറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 2026 വന്ന നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് എടുത്താൽ തന്നെ ആ നോട്ടിഫിക്കേഷനകത്ത് ഏറ്റവും ലാസ്റ്റ് തന്നെ അഫിഡവിറ്റിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഫിഡവിറ്റും പ്രോപ്പറായിട്ട് റെഡി ആയിക്കൊണ്ട് പോകണം. അഫിഡവിറ്റ് റെഡിയാക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ കോപ്പി എടുക്കണം, നേരെ ഒരു വക്കീലിന് ചെന്ന് കാണുക, അധികം പ്രോപ്പറായിട്ട് റെഡിയാക്കി നിങ്ങളുടെ കയ്യിൽ തരും. കുറച്ച് ഫീസ് ആവുന്നതായിരിക്കും, ആ ഫീസ് അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഏത് ARO ത്രൂ ആണോ നിങ്ങൾ പോകുന്നത് ആ ഒരു AROയുടെ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അഫിഡവിറ്റ് റെഡിയാക്കേണ്ടത്. ക്ലിയർ ആയാലും കുട്ടികളെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ എല്ലാ ഡോക്യുമെൻറ്റും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. 2026 ഇന്ത്യൻ ആർമി റാലിയുടെ എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് കറന്റ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ഡോക്യുമെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ കുട്ടികളെ? GD, ട്രേഡ്സ്മാൻ, WMB, ക്ലർക്ക്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാ ട്രേഡിൻ്റെയും ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. GDയുടെ 50 മോക്ക് ടെസ്റ്റ്, NAയുടെ 50 മോക്ക് ടെസ്റ്റ്, ട്രേഡ്സ്മാൻ, WMB, ടെക്, ക്ലർക്ക് എല്ലാത്തിനും മോക്ക് ടെസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ട്രേഡ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കമാൻഡോ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതേപോലെ കുട്ടികളെ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് ലഭിക്കാൻ അന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ആ നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഈ 2 നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഫിസിക്കലിൽ പോകാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും അന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.